ഹൈ വൈസ്. അപ്പം ഞാനും എൻ്റെ കൂടി നൈറ്റിലേക്ക് പോവാണ്. പറഞ്ഞല്ലോ ഇവനെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നാണ് എനിക്ക് അവസരം കിട്ടിയ പേരൻ്റായിട്ട്. അങ്ങനെ രാവിലെ എൻ്റെ ക്ലൈമറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ബൈക്കിങ് കൊണ്ട് പോകാൻ തീരുമാനിച്ച് റെഡിയായി ബൈക്കൊക്കെ എടുത്ത് പോയി. അങ്ങനെ കുറച്ചങ്ങോട്ട് പോയപ്പോഴാണ് ഫ്യൂവൽ അടിക്കണമല്ലോ വണ്ടിയിൽ. നമ്മൾ മാത്രം രാവിലെ കഴിച്ചാൽ മതിയല്ലോ, നമ്മളെ കൊണ്ട് പോകുന്ന ആൾക്കും കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ. അങ്ങനെ കുളിച്ചാൽ പമ്പി കയറി എണ്ണയൊക്കെ സെറ്റാക്കിയതിനു ശേഷം മാലക്കല്ല് വഴി പോകാൻ തീരുമാനിച്ച് മാലക്കൽ നേരെ കുറ്റിക്കോല്, അവിടെ ബോധിക്കാനും ചെറുക്കള കാസർഗോഡ്. അങ്ങനെ മാലക്കല്ലെത്തി മാലക്കലിൽ നിന്ന് കുറ്റിക്കോലൊക്കെയുള്ള വഴി പോയി കുറച്ചങ്ങോട്ട് എത്തിയപ്പം കുടുംബൂരെത്തി. ഇതാണ് കുടുംബൂർ പാലം. ഈ വഴി പോയിട്ടുള്ള ആൾക്കറിയാം. ഇവിടെ എത്തി ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളെങ്കിലൊക്കെ ചായ കുടിച്ച് 2 ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കാം. അടിപൊളിയാണ് കാണാനൊക്കെ, നല്ലൊരു ഭംഗിയാണ് പുഴയൊക്കെ ഇങ്ങനെ പോകുന്ന കാണാൻ വേണ്ടിയിട്ട്. കുറ്റിക്കോലത്തുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു മഴ കിട്ടി. നമ്മൾ ഫസ്റ്റായി കുറച്ച്, എന്നാലും നമ്മൾ കോട്ടൊക്കെ എടുത്ത് സെറ്റായി പിന്നെ കാസർഗോഡൊക്കെ യാത്രയായി. നല്ല മഴ ഉണ്ടായിരുന്നു. മഴയൊന്നും ഞങ്ങൾ വെക്കാണ്ട് റൈഡ് മോഡ് പിടിച്ചൊറ്റാൻ വേണ്ടി നേരെ ഇരിഞ്ഞപ്പോഴത്തേക്കും മഴയൊക്കെ പോയി കലങ്ങി ഇങ്ങനെ പുഴയൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു. അത് കാണാൻ അതിമനോഹരമാണ് ചുരുക്കം പറഞ്ഞത്. ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കും. ഞാൻ കുറച്ചും കൂടെ മാറിയപ്പോഴാണ് ഇങ്ങനെ റോഡ് കിട്ടിയത്. സ്ട്രൈറ്റ് റോഡും ഫോറസ്റ്റും ഈ നമ്മളെ മസനഗുഡ് വഴി ഊട്ടി എന്ന് പറയുന്നതാണ് ഇത്തിരി കാണുമ്പോൾ. ഞാനും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ബോയിക്കാനത്ത് വലിയ തിരക്കൊന്നുമില്ല, റോട്ടിലൊന്നും വണ്ടികളൊന്നുമില്ല. ചെറുക്കുളത്തെത്തിയപ്പോൾ നല്ല റഷായി, കുണ്ടും കൂടിയും കാര്യങ്ങളൊക്കെ. ഇതാണ് പുതിയ റോഡ് എന്നുവെച്ച്. ഇത് വന്നിട്ട് കാസർഗോഡിന്റെ ഗതി തന്നെ അങ്ങ് മാറി എന്ന് പറയാലോ. കുറച്ച് പോരായ്മകളും ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അടിപൊളിയാണ്. നമുക്ക് പിന്നെ സർവീസ് റോഡ് ഇറങ്ങിയിട്ട് ITയിലേക്ക് പോകണം. ഞാൻ ITയിലെത്തി. ഇതാണ് ITI കോളേജ്. 14ഓളം കോഴ്സ് ഉണ്ട്, അടിപൊളിയാണ്. ഇന്നത്തെ കാലത്ത് ഡിഗ്രി ഒക്കെ പഠിക്കുന്നത് കാരണം IT പഠിക്കുന്നതാണ് കുറച്ചുകൂടെ തോന്നുന്നത്. ക്ലാസ് റൂമൊക്കെ അടിപൊളിയാണ്. പിന്നെ നല്ല വ്യൂവും കിട്ടും, നല്ല ഹൈറ്റ് ഉണ്ട് കെട്ടിടത്തിന്. അപ്പം എൻ്റെ ഒരു വ്യൂ ഉണ്ട് ബാക്ക് സൈഡൊക്കെ. ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ നേരെ സാറിനെ കണ്ട് അഡ്മിഷൻ്റെ പേപ്പറൊക്കെ സബ്മിറ്റ് ചെയ്ത് ഓക്കെ ആക്കി നേരെ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് പോയി സംസാരിച്ച് അവനെയും കൊണ്ട് പ്രിൻസിപ്പാളിൻ്റെ മുമ്പിൽ നിർത്തി. അങ്ങനെ ഫീസ് ജോയിൻ ആയതിനു ശേഷം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞ് നേരെ ഒരു ചായയും കുടിച്ച് നേരെ വീട്ടിലേക്ക് ബാക്കി പിന്നെ